ഹലോ ധനേഷ്, വെൽക്കം ടു ST ക്രിയേറ്റീവ് ജേണി. അപ്പോൾ ഇന്നത്തെ യാത്രയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എങ്ങനെ നമുക്ക് നമ്മുടെ ഡിസൈനിങ് ചെയ്ത ലോഗോ, വിസിറ്റിംഗ് കാർഡ്, അതുപോലെ തന്നെ ഗ്രാഫിക് ഡിസൈനേഴ്സ് എന്ത് സാധനം ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാലും അതിൻ്റെ ഔട്ട്പുട്ട് എത്രയും ഭംഗിയായി കാണിക്കാൻ പറ്റുന്നത് ഒരു മോക്കപ്പിലൂടെയാണ്. അപ്പോൾ എങ്ങനെ നമുക്ക് ഒരു മോക്കപ്പ് ചെയ്യാം, നമ്മളുടെ ഡിസൈൻ ഒരു മോക്കപ്പിലൂടെ ആൾക്കാരിലേക്ക് എത്തിക്കാം, ആ ഒരു മെത്തേഡ് എങ്ങനെയാണ് എന്നാണ് ഞാൻ ഇന്ന് എൻ്റെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും തന്നെ വീഡിയോ പൂർണ്ണമായും കാണുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും തന്നെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. എന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ ബോറടിപ്പിക്കാതെ തന്നെ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോയിട്ട് കണ്ടിട്ട് വരാം. അപ്പോൾ ഫ്രണ്ട്സ്, എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ ഗൂഗിൾ ഓപ്പൺ ചെയ്യുക. നമ്മൾ ഗൂഗിളിൽ നിന്നാണ് നമ്മുടെ മോക്കപ്പ് ഡൗൺലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഗൂഗിൾ ഓപ്പൺ ചെയ്തു. ഗൂഗിളിൽ നമ്മൾ മോക്കപ്പ്, ഇപ്പം ഞാനിവിടെ എടുക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് ഒരു ഫ്ലയറിൻ്റെ മോക്കപ്പാണ്. അപ്പോൾ നമ്മൾ ഫ്രീ ഫ്ലയർ മോക്കപ്പ് ഡൗൺലോഡ് എന്നും പറഞ്ഞിട്ട് അടിച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് എന്തിൻ്റെയാണോ മോക്കപ്പ് എടുക്കേണ്ടത് അതിങ്ങനെ അടിച്ചു കൊടുത്താൽ മതിയാവും. ഇപ്പം കുറേ സൈറ്റുകൾ ഇങ്ങനെ വന്നിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഫസ്റ്റ് തന്നെ mockupdesign.com എന്ന് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ അതിനകത്ത് നിന്നാണ് ഡൗൺലോഡ് ചെയ്യാൻ പോകുന്നത്. എന്താണോ നമ്മൾ അടിച്ചു കൊടുക്കുന്നത് അതിൻ്റെ മോക്കപ്പ് നമുക്കിങ്ങനെ ഇതുപോലെ കിട്ടും. അപ്പം ഞാൻ ഫസ്റ്റ് സൈറ്റിൽ പോകുമ്പം സൈറ്റ് ഓപ്പൺ ആയി വരുമ്പോൾ ഇങ്ങനത്തെ ഒരു സ്ക്രീനിലോട്ടാണ് വരിക. അപ്പോൾ അവിടെ കുറേ ടൈപ്പ് മോക്കപ്സ് ഇങ്ങനെ വിസിബിളായിട്ട് കാണും. അപ്പോൾ അതിൻ്റെ അകത്ത് എത്ര ഫയൽ ഉണ്ട് എന്നൊക്കെ താഴെ ഇങ്ങനെ 5 PSD ഫയൽ അങ്ങനെയൊക്കെ കൊടുത്തിട്ടുണ്ട്. പല പല മോഡലുണ്ട്. അപ്പം നമുക്ക് സെലക്ട് ചെയ്യാം നമുക്ക് ഇതുപോലത്തെ മോക്കപ്പാണ് വേണ്ടതെന്ന്. ഇപ്പോൾ എനിക്ക് ഈ മോക്കപ്പ് ഇഷ്ടമായി. അപ്പോൾ ഞാൻ അതിൻ്റെ ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ അകത്ത് പിന്നെ 3 ടൈപ്പാണ് മോക്കപ്സ് ഉള്ളത്. അതിൻ്റെ തൊട്ട് മുകളിലായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ലീഫ്ലെറ്റ്, ബുക്സ്, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അപ്പം നമുക്ക് ഇഷ്ടമുള്ള ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ ഇതിനകത്ത് 3 ടൈപ്പ് ഉണ്ട് ഇങ്ങനെ നിങ്ങൾക്ക് കാണുന്ന പോലെ. അപ്പം ഞാൻ ഈ 2 എണ്ണം ഉള്ള ആ ഒരു മോക്കപ്പാണ് ഇന്ന് നിങ്ങൾക്ക് ചെയ്ത് കാണിക്കാൻ വേണ്ടി ഉദ്ദേശിച്ചത്. അപ്പോൾ അതിനായിട്ട് താഴത്തോട്ട് വരുമ്പോഴത്തേക്കും ഇവിടെ ഡൗൺലോഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ നമുക്ക് ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇത് കുറച്ച് അധികം ഫയൽ സൈസ്, ഒരു 100 MBക്ക് മുകളിൽ എന്തായാലും ഉണ്ടാവും അതിൻ്റെ ഫയൽ സൈസ്. അപ്പോൾ ഇതുപോലെ ഒരു വിൻഡോ വരും. അതിനുശേഷം ഒരു സെക്കൻഡ് 2 സെക്കൻഡ് കഴിയുമ്പോഴത്തേക്കും അതിനകത്ത് നമുക്ക് എങ്ങോട്ടാണോ സേവ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചിട്ടുള്ള ഒരു സ്ക്രീൻ ഇതുപോലെ കിട്ടും. അപ്പോൾ നമ്മൾ നമ്മുടെ ഫോൾഡർ കാണിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ എൻ്റെ ഡിസൈൻ എന്നുള്ളൊരു ഫോൾഡറിലോട്ടാണ് ഞാനിതിൻ്റെ മോക്കപ്പ് ഈ ഒരു സാധനം സേവ് ചെയ്യുന്നത്. അത് നമുക്ക് ശരിക്കും ഒരു സിപ്പ് ഫയലായിട്ടായിരിക്കാം അത് ഡൗൺലോഡ് ആവണത്. ഇപ്പോൾ ഇത് ഏകദേശം ഒരു 119 MBയുടെ അടുത്ത് ഇതിൻ്റെ ഫയൽ സൈസ് ഉണ്ട്. അപ്പോൾ അത് ഡൗൺലോഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഡിസൈൻ എന്നുള്ള ഫോൾഡറിൽ അത് കാണിച്ചു തരാം. ഫയലാണ് നമ്മുടെ ഫയൽ. അതിങ്ങനെ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പം അതിൻ്റെ അകത്തുനിന്ന് നമുക്കിതുപോലെ എന്തൊക്കെയാണോ ആ ഫോൾഡറിലെന്ന് കാണിച്ചു തരും. ഒരു JPG ഞാൻ നേരത്തെ പറഞ്ഞു അതിൻ്റെ അകത്ത് 3 എണ്ണം ഉണ്ട്. അപ്പം ഒരു JPG ഫയൽ നമുക്ക് ക്ലിക്ക് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ടുണ്ടാവും. പിന്നെ അതിൻ്റെ തന്നെ PSD ഫോർമാറ്റിലുള്ള ഒരു ഫയലും ഉണ്ടാവും. അപ്പം നമുക്ക് അതിനകത്ത് 3 എണ്ണമാണ് കണ്ടത്. അതുകൊണ്ട് ഇതിനകത്ത് 6 ഫയൽസ് ഉണ്ട്. അപ്പോൾ ഒന്നെങ്കിൽ നമുക്ക് ഇവിടുന്ന് തന്നെ ഓപ്പൺ എടുക്കാൻ പറ്റും ഡബിൾ ക്ലിക്ക് ചെയ്ത ശേഷം. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഈ WinRAR ഫയലിനെ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് അതിൻ്റെ അകത്ത് എക്സ്ട്രാക്ട് ഫയൽസ് എന്നുണ്ട്. അത് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് എങ്ങോട്ടാണ് എക്സ്ട്രാക്ട് വേണ്ടതെന്ന് കാണിച്ചു കൊടുക്കുക. ഞാനത് എൻ്റെ ഡിസൈൻ ഫോൾഡർ തന്നെയാണ് കാണിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് ഓക്കെ അടിക്കുമ്പോഴത്തേക്കും അതിങ്ങനെ ഒരു പ്രോസസ്സിങ്ങിലുള്ള ഒരു വിൻഡോ വരും. ആ പ്രോസസ്സിങ് കഴിയുമ്പോഴത്തേക്കും അത് നമ്മുടെ ഫോൾഡറിലോട്ട് വന്നിട്ടുണ്ടാവും. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതൊരു കുറച്ച് സമയം എടുക്കുള്ളൂ കേട്ടോ. ഇതൊക്കെ ആവാൻ വേണ്ടിയിട്ട് നമ്മുടെ സിസ്റ്റത്തിൻ്റെ കപ്പാസിറ്റി അനുസരിച്ചിരിക്കും ഇതിൻ്റെ എല്ലാം സ്പീഡ് കേട്ടോ. അപ്പോൾ അതിങ്ങനെ ആയി വന്നിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ ഫോൾഡർ നിങ്ങൾക്ക് കാണാൻ കഴിയും. താഴത്ത് ആ WinRAR ഫയലും തൊട്ട് മുകളിലായിട്ട് ഓപ്പൺ ഒരു ഫോൾഡറും വന്നിട്ടുണ്ട്. ആ ഫോൾഡറിൻ്റെ അകത്ത് നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് നമുക്ക് ഓരോ JPG ഫയൽസും അതിൻ്റെ കൂട്ടത്തിൽ അതിൻ്റെ PSD ഫയൽസും ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ 3ാമത്തെ ഫയൽ ഇതാണ്. അപ്പോൾ എനിക്ക് ഇതിനകത്താണ് മോക്കപ്പ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ അതിനായിട്ട് PSD ഫയൽ ക്ലിക്ക് ചെയ്യുന്നു. എന്നിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഞാനത് ഫോട്ടോഷോപ്പിലോട്ട് ഓപ്പൺ ചെയ്തെടുക്കുക ചെയ്യുന്നത്. അപ്പോൾ ഇനി ഇത് ഫോട്ടോഷോപ്പിൽ ഓപ്പൺ ആയി വന്നിട്ട് നമുക്ക് കാണാം. ഫോട്ടോഷോപ്പിലോട്ട് ഓപ്പൺ ആയി. PSD ഫയലാണ്. അപ്പോൾ നമുക്ക് ലെയർ ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ടാവും. ഒരുപാട് ലെയേഴ്സ് അവർ അതിനകത്ത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്.
അപ്പം നമ്മൾ ഇതിനകത്ത് ചെയ്യാൻ പോകുന്നത് 2 ലീഫ്ലെറ്റ്സ് ഉണ്ട്. ആ ലീഫ്ലെറ്റ്സ് ആണ് നമ്മൾ നമ്മുടെ ഫയൽ ഇട്ട് കൊടുക്കാൻ വേണ്ടി ഉദ്ദേശിച്ചിരിക്കുന്നത്. അതിനായിട്ട് നമ്മൾ ആദ്യം നമ്മുടെ ഫയൽ നമുക്ക് ഓപ്പൺ ആക്കാം. ഇപ്പം ഞാൻ ഈ ഒരു ലീഫ്ലെറ്റ് ആണ് അവിടെ റീപ്ലേസ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇപ്പം എൻ്റെ ക്ലയൻറ്റിന് എനിക്ക് ഇതുപോലത്തെ ഒരു ലീഫ്ലെറ്റ് ചെയ്തത് എങ്ങനെയാണെന്നാണ് കാണിക്കേണ്ടതെന്ന് വിചാരിക്കുക. അപ്പം ഞാനിത് ഫോട്ടോഷോപ്പിൽ ഓപ്പൺ ചെയ്യുന്നു. ഇപ്പോൾ എൻ്റെ ഫയൽ ഓപ്പണായി വന്നിരിക്കുന്നത് ഇങ്ങനെയാണ്. എനിക്കിനി ഈ ഫയലാണ് നമ്മുടെ മോക്കപ്പ് ഫയലിലോട്ട് കൊണ്ടുപോകേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഫയൽ സെലക്ട് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് സെലക്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുക്കാം. സെലക്റ്റിൽ ഫസ്റ്റത്തെ ഓപ്ഷൻ ഓൾ എന്ന് കിടപ്പുണ്ട്. കൺട്രോൾ എ ആണ് ഷോർട്ട് ഫോം. അങ്ങനെ ഞാനിത് സെലക്ട് ഓൾ കൊടുത്തു. ഇനി എഡിറ്റിൽ കോപ്പി, കൺട്രോൾ സി ആണ് ഷോർട്ട് ഫോം. അപ്പോൾ അങ്ങനെ നമ്മുടെ ലീഫ്ലെറ്റ് സെലക്ട് ആയിട്ടുണ്ട്. ഇനി വേണ്ടത് നമ്മുടെ മോക്കപ്പിൻ്റെ ഫയലിൽ പോകുന്നു. അതിന് ശേഷം നമ്മുടെ ലെയറിൽ വരുമ്പം മുകളിലായിട്ട് റൈറ്റ് ലീഫ്ലെറ്റ്, ലെഫ്റ്റ് ലീഫ്ലെറ്റ് അങ്ങനെ കൊടുത്തിട്ടുണ്ട് അവർ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് അതിൻ്റെ അകത്ത് ഈ ലെയറിൻ്റെ താഴത്തായിട്ട് ഒരു ചെറിയ ഒരു ഐക്കൺ പോലെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നമുക്ക് ആ ഭാഗത്താണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത്. ആ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഡബിൾ ക്ലിക്കാണ് കേട്ടോ ചെയ്യേണ്ടത്. ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഒരു വിൻഡോയിലോട്ട് പോകും. അവിടെ ഓക്കെ കൊടുക്കുക. അപ്പോൾ അതിനകത്ത് ഓൾറെഡി കിടക്കുന്ന ആ ഒരു ലീഫ്ലെറ്റാണ് ഓപ്പണായി വരിക. ഇനി ഈ ലീഫ്ലെറ്റിൻ്റെ ഭാഗത്തോട്ട് നമുക്ക് കൊടുക്കേണ്ട ലീഫ്ലെറ്റ് ഉണ്ടല്ലോ, അത് അവിടെ നമുക്ക് കോപ്പി ചെയ്ത് വെച്ചത് നമുക്ക് അവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ പേസ്റ്റായി. ഇനി അത് നമ്മൾ സേവ് ചെയ്യുന്നു. സേവ് ആയി കഴിഞ്ഞ് ഇനി നമുക്ക് നമ്മുടെ മോക്കപ്പ് ഫയലിലോട്ട് പോയി നോക്കാം എങ്ങനെ മാറ്റം വന്നു നോക്കാം. മോക്കപ്പ് ഫയൽ ഓപ്പൺ ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് കണ്ടോ, ആ താഴത്തുള്ള ആ ഒരു ഫ്ലയറിൻ്റെ സ്ഥാനത്ത് നമ്മുടെ ഫ്ലയർ വന്ന് വീണു. ഇനി നമുക്ക് അടുത്ത ഫ്ലയർ ചേഞ്ച് ചെയ്യാം. ഇതേ പറഞ്ഞ പോലെ ഡബിൾ ക്ലിക്ക് ചെയ്യുക, അതിൽ ഓക്കെ കൊടുക്കുക. ഇവിടെ നമ്മൾ ഓൾറെഡി കോപ്പി ചെയ്ത് വെച്ചത് നമുക്ക് പേസ്റ്റ് ചെയ്യാം. എന്നിട്ട് ഇതും നമുക്ക് സേവ് കൊടുക്കാം. സേവായി. ഇനി നമ്മൾ കണ്ടോ, നമ്മുടെ 2 ലീഫ്ലെറ്റും ഓൾറെഡി ഉണ്ടായിരുന്ന ലീഫ്ലെറ്റിൻ്റെ സ്ഥാനത്തോട്ട് വന്ന് വീണ് കഴിഞ്ഞു. അപ്പോൾ ഇങ്ങനെയാണ് മോക്കപ്പ് ക്രിയേഷൻ നമ്മൾ ചെയ്യുക. ഇനി നമുക്കിത് സേവ് ആസ് JPG കൊടുത്തിട്ട് നമുക്ക് നമ്മുടെ ക്ലയൻറ്റിനോ ആർക്കാണ് നമുക്ക് അയച്ചു കൊടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മോക്കപ്പായിട്ട് അയച്ചു കൊടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിത് JPG ആയിട്ട് സേവ് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാനിപ്പോൾ ഇതിന് പേര് ലീഫ്ലെറ്റ് മോക്കപ്പ് എന്നാണ് കൊടുക്കുന്നത്. അപ്പോൾ ആ പേരടിച്ചു കൊടുത്തു. എന്നിട്ട് ഞാൻ സേവ് ചെയ്യുന്നു. ഇനി നമ്മളുടെ ഫോൾഡറിൽ പോയി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇത് സേവ് ആയിട്ട് അവിടെ വന്ന് കിടപ്പുണ്ടാവും. അപ്പം നമുക്കത് അവിടെ നിന്ന് ഇമേജ് വ്യൂവറിൽ ഓപ്പൺ ചെയ്ത് നോക്കാം. കണ്ടില്ലേ, ഇപ്പം ഇതൊരു നമ്മുടെ ടേബിളിലൊക്കെ വെക്കുന്ന ഒരു സ്റ്റാൻഡിൽ അവരുടെ ലീഫ്ലെറ്റ് ഇരുന്നാൽ എങ്ങനെ ഉണ്ടാവുമെന്ന് നമുക്ക് ഇതുപോലെ അവർക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് നമ്മുടെ സൈറ്റ്. ഈ സൈറ്റിൽ വേറെയും ഒരുപാട് മോക്കപ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഏത് തരത്തിലുള്ള ഡിസൈൻസ് ആണോ ഇടേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ അതനുസരിച്ച് സെലക്ട് ചെയ്യണം. നമുക്ക് ബിസിനസ് കാർഡ് ആണെങ്കിൽ അങ്ങനെ, അതുപോലെ തന്നെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ബിസിനസ് കാർഡോ അല്ലെങ്കിൽ ലീഫ്ലെറ്റ്സ്, ബ്രോഷേഴ്സ്, അതുപോലെ ബുക്ക്ലെറ്റ്സ്, അങ്ങനെ ഒരുപാട് മോക്കപ്സ് ഇതിനകത്ത് നമുക്ക് ഫ്രീ ആയിട്ട് അവൈലബിൾ ആണ്. അപ്പം നമുക്ക് ഏതാണോ ആവശ്യം അത് നമ്മൾ ഇതിനകത്ത് നിന്ന് വേണം ഡൗൺലോഡ് ചെയ്യാൻ. അപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ക്ലയൻസിന് നിങ്ങളുടെ ഡിസൈൻ മനോഹരമായ രീതിയിൽ കാണിച്ചു കൊടുക്കുക. ഫ്രണ്ട്സ്, എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ വീഡിയോ? എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഡിസൈനേഴ്സ് ആയിട്ടുള്ള ആൾക്കാരെല്ലാം തന്നെ അവരവരുടെ ഡിസൈൻ ഇതുപോലെ നല്ല നല്ല മോക്കപ്പ് ആയിട്ട് ക്ലയന്റിന് സബ്മിറ്റ് ചെയ്യുക. അപ്പോൾ അവർക്ക് കുറച്ച് കൂടുതൽ ഇഷ്ടമാവും. അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോയുമായി ഞാൻ ഇനിയും വരുന്നതാണ്. അതുവരെ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യുക. എല്ലാവർക്കും ശുഭദിനം. ബൈ ബൈ.